ജയിച്ച ഒരു സാഹചര്യത്തിൽ മണ്ഡലത്തിലെ പുരോഗതിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കും. മറ്റൊരു കാര്യം ഇന്ത്യയിലെ പുതിയ സാഹചര്യം പാർലമെന്റ് മെമ്പർമാർക്ക് വളരെ വലിയ ദൗത്യം നിർവഹിക്കാനുണ്ട്. ആ ദൗത്യത്തെപ്പറ്റി ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങൾ അതും ചെയ്യും. ഒരിക്കൽ കൂടി എല്ലാവരുടെയും സഹകരണം തേടുകയാണ്. നിങ്ങളെ മീഡിയ പേഴ്സൺസ് അല്ല, അത് സാധാരണ പാർട്ടി മാറ്റർ തരാണ്. ഒരു സെലക്ട് അതിന് പ്രത്യേകതയൊന്നുമില്ല. പാർട്ടി ഒരു തീരുമാനം എടുത്തു മാത്രം. അതിലൊന്നും കാര്യമില്ല. അത് ഇപ്പോ CPM-ന്റെ പ്രചരണങ്ങൾക്ക് ഞങ്ങൾ കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ മറുപടി പറയുന്നുണ്ട്. UDF-ന്റെ പ്രവർത്തകന്മാർ മറുപടി പറയും. അതല്ലാത്ത വിധത്തിലേക്കുള്ള ഒരു പ്രചരണത്തിന്റെ സമയമായിട്ടില്ല. വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്താണ് ഞങ്ങൾ പ്രതിനിധീകരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്, ജയിച്ചാൽ എന്ത് ചെയ്യും എന്നിത്യാദി കാര്യങ്ങൾ എല്ലായിടത്തും കൃത്യമായി വിശദീകരിക്കും വസ്തുക്കളുടെ അടിസ്ഥാനം. വികസനത്തിന്റെ രാഷ്ട്രീയം മാത്രമല്ല, രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളിൽ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് വഹിക്കാനുള്ള പങ്ക്, അതിന്റെ വക്താക്കൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് വഹിക്കാനുള്ള പങ്ക്, ഇന്ത്യയെ ബാധിക്കുന്ന മറ്റ് പ്രധാന കാര്യങ്ങളിൽ ഞങ്ങൾ ഏത് കാലത്തും ഉത്തരവാദിത്വം. ഞങ്ങൾ രണ്ടുപേരും കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. ഈ സമയത്തൊക്കെ ഞങ്ങൾ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. ആ നിലപാട് തന്നെ മേലിലും തുടരും.